പൂക്കോടെ സിദ്ധാർത്ഥിൻ്റെ മരണമാണ്. കേരളം ഏറെ ചർച്ച ചെയ്ത, ഏറെ വേദനയോടെ കണ്ട ഒരു മരണം. ആ വാർത്തയെ തുടർന്ന് ഈ പ്രതിപട്ടികയിൽ പ്രതിസ്ഥാനത്ത് നിലനിന്നത് കുട്ടി സഖാക്കന്മാരാണ്, SFIക്കാരാണ്. ഇവരെ സംരക്ഷിക്കാനുള്ള നീക്കമാണോ ഈ ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ കേസന്വേഷണം CBIക്ക് വിടാനുള്ള നടപടിക്രമങ്ങളൊക്കെ വൈകിപ്പിക്കുന്നതിന് പിന്നിൽ? അനു, ഫെബ്രുവരി അവസാന ആഴ്ചയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടാകുന്നത്. അതുണ്ടായതിനു ശേഷം ഇത്രയധികം ദിവസങ്ങൾ പിന്നിടുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്നു. ആ ഘട്ടത്തിലൊന്നും ആദ്യഘട്ടങ്ങളിൽ സർക്കാർ തീരുമാനം എടുത്തിരുന്നില്ല. പിന്നീട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനും SFIക്കുമെതിരെ ഉയരുന്നു. അറസ്റ്റിലായ പല പ്രതികളും SFIയുടെ പിൻബലമുണ്ട്, SFI നേതാക്കളാണ്. ഇതൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിലായ സംസ്ഥാന സർക്കാരാണ് അടിയന്തരമായി CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം നടത്തുന്നത്. സിദ്ധാർത്ഥന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ്, അന്നേ ദിവസം തന്നെയായിരുന്നു ഈ പ്രഖ്യാപനം വന്നത്. പക്ഷേ പ്രഖ്യാപനം വന്ന ആഴ്ചകൾ പിന്നിട്ടിട്ടും ഔദ്യോഗികമായ ഒരു അന്വേഷണം ആരംഭിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇത്തരത്തിൽ തിരക്കിട്ട ഒരു നടപടി സർക്കാർ നടത്തിയത്. പക്ഷേ അതിന്റെ മറ്റ് നടപടികൾ, അതിന്റെ അന്വേഷണം നേരിട്ട് നടത്താനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപമാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. തന്റെ മകന് നീതി വേണമെന്നൊരു കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുകയാണ്. അതിന് തെളിവുകൾ നശിപ്പിക്കപ്പെടാം, അതിനുള്ള നടപടികൾ സർക്കാർ വേഗത്തിലാക്കണമെന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയത് സ്വാഭാവികമായും ഇത്തരത്തിലൊരു അന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിന്റെ അറിയിപ്പ്, നിർദ്ദേശം അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്ന അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു സംഘം ഫോം ചെയ്യുകയും അതിനുശേഷം ഈ ഒരു പ്രത്യേക CBI സംഘം ഈ ഒരു കേസ് അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലേക്ക് എത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. പക്ഷേ അത്തരത്തിലൊരു അറിയിപ്പ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ നിന്നും കേന്ദ്ര ആഭ്യന്തര വകുപ്പിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അന്വേഷിച്ചപ്പോൾ ഈ ഒരു ഉത്തരവ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള താമസമാണ് ഇത്തരത്തിൽ നടപടികൾ വൈകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ആ ട്രാൻസ്ലേഷൻ വൈകി അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടന്ന ഈ ഒരു അറിയിപ്പ് കേന്ദ്രത്തിലേക്ക് എത്തി, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഒരുപക്ഷെ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടേക്കാം എന്നൊരു ആശങ്ക അത് കുടുംബവും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്കും ആ ഒരു ചോദ്യം മുൻപോട്ട് വരികയാണ്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പ്രധാന പ്രതികൾ ഇപ്പോഴും പുറത്ത് നടക്കുകയാണ്. CPM ബന്ധമുള്ളവരാണ്. ഇവരൊക്കെ ഒരുപക്ഷെ നാടുവിടാനും രക്ഷപ്പെടാനും അല്ലെങ്കിൽ മറ്റ് പഴുതുകൾ അടച്ചുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും സർക്കാരിന്റെ വരും ദിവസങ്ങളിൽ, അതായത് അടുത്ത ദിവസങ്ങളിലെ നടപടികൾ പരിശോധിച്ച് മറ്റ് നീക്കങ്ങളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബവും ആലോചിക്കുന്നത്. എന്തായാലും ഒരു മാസത്തോളം ആയിരിക്കുന്നു അല്ലെങ്കിൽ ആകുന്നു ഈ ഒരു മരണം സംഭവിച്ചിട്ട്. അതിൽ കൃത്യമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ചോദ്യം ഉയരുന്നത് SFI പ്രവർത്തകരാണ് ആരോപണ വിധേയരായി കുറ്റക്കാരായി മറുഭാഗത്ത് നിൽക്കുന്നതാണോ ഇത്തരത്തിൽ CBI അന്വേഷണം വൈകിപ്പിക്കാൻ കാരണമെന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അനു.